ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നേരെ വിശേഷത്തിലേക്ക് പോവാണ്. കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പം നമ്മുടെ രേവതിയും ശ്രീകാന്തും വർഷയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സീനാണ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് പറയുകയാണ്, അപ്പം ഇനിയിപ്പം ദേവുവിൻ്റെയും ഈ അരുൺ എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെയും കൂടെ പേരിൽ സച്ചേട്ടനും രേവതി ചേച്ചിയും തെറ്റുമോ എന്ന്. അപ്പം പറഞ്ഞു, ഹേയ് ഒരിക്കലും ഞങ്ങൾ തെറ്റത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾക്കിടയിൽ വഴക്കൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷേ ഈ വഴക്ക് നീണ്ടുപോകാറൊന്നും ഇല്ലല്ലോ. ഇടയ്ക്ക് വഴക്കൊക്കെ ഉണ്ടാകുമെന്നും പറഞ്ഞുകൊണ്ട് അതൊന്നും നീ കാര്യമാക്കുകയേ വേണ്ട. സച്ചേട്ടനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കും. സച്ചേട്ടന് പറഞ്ഞു മനസ്സിലാക്കി ഈ വിവാഹത്തിന് ഞാൻ സമ്മതിപ്പിക്കുകയും ചെയ്യും. പിന്നെ ഇപ്പം ഇദ്ദേഹം എന്നെ പറഞ്ഞു മനസ്സിലാക്കാനും നോക്കുന്നുണ്ട്. പക്ഷെ രണ്ടും നടക്കുന്നില്ല. ഇതിന്റെ പേരിൽ അടികൂടാനൊന്നും പോകുന്നില്ല ശ്രീകാന്ത ഞങ്ങള്. ഞാൻ പറഞ്ഞല്ലോ, ഞാന് സച്ചേട്ടനെ കൊണ്ട് സമ്മതിപ്പിച്ചെടുക്കുന്നേ. നീ പേടിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു, ഒരു കണക്കിന് പറഞ്ഞാൽ ദേവു കല്യാണം കഴിക്കാതിരിക്കുന്നത് തന്നെയാ നല്ലത്. അതെന്ത് പറ്റി? അതെന്ത് പറ്റിയെന്നോ? കല്യാണം കഴിച്ച എന്റെ അവസ്ഥ കണ്ടില്ലേ? കുറച്ച് കഴിയുമ്പോഴത്തേക്കും വയറ് വീർപ്പിച്ചുകൊണ്ട് നടക്കണം, വേദന അനുഭവിക്കണം. എന്തിനു ഈ കഷ്ടപ്പാടൊക്കെ? ചേച്ചി ദേവുവിനോട് കല്യാണം കഴിക്കണ്ടെന്ന് പറ. എന്റെ വർഷേ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇതൊരു അനുഗ്രഹമല്ലേ? എന്താനുഗ്രഹം? ഇതാണോ അനുഗ്രഹം? ഇത് അനുഗ്രഹമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എടി, ഒരമ്മയാകുക എന്നുള്ളതല്ലേ ഏറ്റവും വലിയ സന്തോഷം. എന്നാലും എന്റെ ചേച്ചി, അതൊക്കെ സന്തോഷമാണോ? പക്ഷെ എനിക്ക് ഒരു പക്ഷേയും ഇല്ല. ഇനി നീ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനൊന്നും നിൽക്കണ്ടെന്ന് പറയൂ കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി വരികയാണ്. അപ്പൊ സച്ചി കയറി വരുന്നത് എന്ത് കണ്ടീഷനിലാന്ന് അറിയാമോ? നമ്മുടെ സച്ചി എന്തൊക്കെയോ ഒരു സർപ്രൈസ് ഒക്കെ ആയിട്ടാണ് കയറി വരുന്നത്. അപ്പം പുറകിൽ എന്തോ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആരെയും കാണിക്കാതെ പുറകിലേക്ക് കൈ വെച്ചേക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ചോദിച്ചു, ഇതെന്താ കയ്യില് എന്താ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു സാധനം എടുത്തിട്ട് ടെൻഡേൻ എന്നിങ്ങനെ കാണിക്കാണ് കേട്ടോ. അപ്പോഴത്തേക്കും ശ്രീകാന്ത് ചോദിച്ചു, ഇതെന്താ ഇത്? തുറന്നു നോക്കിയാലല്ലേ അറിയത്തുള്ളൂ. അപ്പൊ നമ്മുടെ വർഷ എന്ത് ചെയ്തു? തുറന്നു നോക്കുകയാണ്. അപ്പം വർഷയ്ക്ക് മിക്ക ദിവസം ഉണ്ടല്ലോ എന്തെങ്കിലും സമ്മാനമൊക്കെ ആയിട്ടേ വരത്തുള്ളൂ, കഴിക്കാൻ എന്തെങ്കിലും ഒക്കെ ആയിട്ടേ വരത്തുള്ളൂ. ഇപ്പൊ നമ്മുടെ സച്ചി പ്രഗ്നന്റ് ആയിട്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ടാണ് നമ്മുടെ രേവതിയും ചോദിച്ചത്, എന്താണ് ഒന്ന് മേടിച്ചില്ലേ, കൈയുടെ പുറകിൽ എന്താണെന്നൊക്കെ. ഏതായാലും നമ്മുടെ വർഷ തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കുട്ടിയുടുപ്പ് കേട്ടോ. എന്നിട്ട് സച്ചി പറഞ്ഞു, അതെ, ഇത് നിങ്ങളുടെ കുഞ്ഞിനുള്ളതാണെന്ന്. അപ്പോഴത്തേക്കും വർഷയ്ക്ക് അങ്ങോട്ട് എന്താ പോലെ ആയി പോയി കേട്ടോ. ഇപ്പൊ രേവതി ചോദിച്ചു, അല്ല ഇതെന്തിനാ ഇപ്പൊ നിങ്ങൾ മേടിച്ചത്? ഇതേ ഞാൻ നേരത്തെ മേടിച്ചു വെച്ചതേ, കുഞ്ഞിനാദ്യമായിട്ട് കിട്ടുന്ന സമ്മാനം ഇതായിരിക്കണം. അപ്പൊ ഇത് പെൺകുട്ടിക്കുള്ള ഉടുപ്പാണല്ലോ മേടിച്ചത്. പെൺകുട്ടിയാണെന്ന് ഇപ്പോഴേ ഉറപ്പിച്ചു സച്ചേട്ടൻ? ഉറപ്പിച്ചു, പെൺകുട്ടിയാണെന്ന് ഉറപ്പിച്ചു. അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞു, ഏട്ടന്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ വീട്ടിലൊരു പെൺകുഞ്ഞ് വേണമെന്നുള്ളത്. അതുകൊണ്ട് ഏട്ടന് പെൺകുട്ടിയുടെ ഉടുപ്പ് മേടിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, ആ ആഗ്രഹം നമുക്ക് നടക്കുമെന്ന് നോക്കാം. നോക്കൊന്നും വേണ്ട രേവതി, നോക്കണ്ട. ദേ, എന്റെ അനിയൻ ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞ് പെൺകുഞ്ഞ് തന്നെ ആയിരിക്കും. അന്ന് ഈ വീട്ടിൽ ഉത്സവം. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ ആ ഉടുപ്പ് നോക്കിയിട്ട് കരയുകയാണ് കേട്ടോ. കരഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോയി കേട്ടോ റൂമിലേക്ക്. അപ്പൊ എന്താണെന്നറിയത്തില്ല. അപ്പൊ നമ്മൾ രേവതി പറഞ്ഞു, അത് പിന്നെ എന്തായിരിക്കും ഇവള് കരഞ്ഞത്? അപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറഞ്ഞു, എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു മോനെ ശ്രീകാന്തെ, അവക്കിപ്പൊ വയറ്റി കിടക്കുന്ന കുഞ്ഞിന് ഓർമ്മയൊക്കെ വന്ന് കാണും, അതായിരിക്കും. അപ്പൊ നമ്മുടെ സച്ചി പറഞ്ഞു, ശരിയാ, നീ പെട്ടെന്ന് പോകാൻ പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്തിന്റെ റൂമിലേക്ക് പറഞ്ഞു വിട്ടോ. എന്നിട്ട് നമ്മുടെ സച്ചി പറഞ്ഞു, അവക്ക് എപ്പോഴും കുഞ്ഞിനെ ഓർക്കണം. അവൾക്ക് കുഞ്ഞിന്റെ ഓർമ്മ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ ഓർമ്മ വരുമ്പോഴത്തേക്കും അവളുടെ മനസ്സ് മാറും. അവളുടെ ഉറങ്ങിക്കിടക്കുന്ന അവളുടെ ആ ഒരു അമ്മ എന്ന് പറയുന്ന വേഷം ഉണ്ടല്ലോ, അത് പുറത്തു വരും. അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് രേവതി പറഞ്ഞു. ശരിയാ സച്ചേട്ട പറഞ്ഞത്. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും, കുഞ്ഞിന്റെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവക്ക് കുഞ്ഞിനോടുള്ള സ്നേഹവും അതുപോലെ തന്നെ അവക്ക് അമ്മ എന്നുള്ള ആ ഒരു ഇതൊക്കെ തോന്നുന്നു. എന്നാൽ ഈ സമയം പിന്നെ കാണിക്കുന്ന നമ്മുടെ വർഷേനാണ് കേട്ടോ. വർഷ ഇങ്ങനെ മാറിപ്പോയി നിന്ന് ഭയങ്കര കരച്ചില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചില്. ആ ഉടുപ്പ് നോക്കിയിട്ടാണ് കരയുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് വന്നിട്ട്, എന്താ വർഷേ നീ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ സച്ചേട്ടന് എന്തിനാ ഈ കുഞ്ഞുടുപ്പ് കൊണ്ടുവന്നത്? മാത്രമല്ല, ഞാൻ എന്തോരം മറക്കാൻ ശ്രമിച്ചാലും ഇപ്പം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും ഓർമ്മ വരില്ലേ, ഇങ്ങനെ ഒരാൾ എൻ്റെ വയറ്റിൽ വളരുന്നുണ്ട് എന്ന്. എന്തോ എനിക്കറിയില്ല ശ്രീകാന്ത് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടി പൊട്ടി കരയുകയാണ് കേട്ടോ നമ്മുടെ വർഷ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വർഷം അങ്ങ് മാറിപ്പോയിട്ട്, ഇത് എന്തൊരു അവസ്ഥ ഇത്. ചിലപ്പോൾ കുഞ്ഞ് വേണമെന്ന് തോന്നും, ചിലപ്പോൾ കുഞ്ഞ് വേണ്ടാന്ന് തോന്നും. വല്ലാത്തൊരവസ്ഥയായി പോയല്ലോ.
ദൈവമേ, എനിക്ക് ഇങ്ങനെ ഒരു വിധി എന്തിനാ തന്നത്? എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടത്. എനിക്കാണെങ്കിൽ വേദന ഒട്ട് സഹിക്കാനും വയ്യ. ഇതിനെ എങ്ങനെ പ്രസവിക്കും ഞാൻ? വല്ലാത്തൊരവസ്ഥയായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. അപ്പൊ വീണ്ടും നമ്മുടെ ശ്രീകാന്ത് വന്നു. ശ്രീകാന്ത് വന്നിട്ട്, എന്റെ പൊന്നു വർഷം, നിനക്ക് എന്താ പറ്റിയത്? നീ കരയാതിരിക്കുക. ദേ എന്റെ പൊന്നു ശ്രീകാന്ത്, എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോ. എനിക്കിപ്പോ ദേഷ്യം വന്നിരിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വർഷം അങ്ങ് മാറിപ്പോയി കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, പാവം കുഞ്ഞ് വേണ്ട എന്നൊക്കെ പറയുമ്പോഴും അവളുടെ മനസ്സിൽ, അല്ലെങ്കിൽ അവളുടെ മനസ്സിൽ കിടക്കുന്ന അമ്മ അതിന് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് അവൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. പാവം ഒരുപാട് സഹിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ സ്വയം മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു കേട്ടോ. എന്നിട്ട് നമ്മുടെ ശ്രീകാന്ത് തന്നെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, എപ്പോഴും അവളോടൊരു കണ്ണ് വേണം, ഇല്ലെങ്കിൽ ശരിയാവത്തില്ല. എപ്പോഴും അവളുടെ മനസ്സിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരിക്കുവാണല്ലോ. എപ്പോഴാണെന്ന് അറിയത്തില്ല സ്വഭാവം മാറുന്നത്. എന്നാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിനെയും മീരയാണ്. അങ്ങനെ നമ്മുടെ മീര ചോദിച്ചു, അല്ല ശ്രുതിയും നിന്റെ അമ്മായിയമ്മയും വിളിച്ചോ? ഏയ് ഇല്ല, വിളിച്ചില്ല. എടി എന്തൊരു മണ്ടത്തരവാടി കാണിച്ചത്. ഒരു മാല കൊടുത്തിട്ടുണ്ടെങ്കിൽ വീഴും, നിന്നെ വിളിക്കും എന്നൊക്കെ വെറുതെ നാടകം കളിച്ച് അതിന്റെ ഒരു ഭാഗമായി ഞാനും. ശരിയാ നീ പറയുന്നത്, ഓരോ സമയത്തുള്ള ഓരോ ചിന്തകള്. ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ. ഇപ്പൊ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. നീ കൊടുത്ത ഗിഫ്റ്റ് നാണം കെട്ട് നിന്റെ അമ്മായിയമ്മ മേടിച്ചു വെച്ചിട്ടുണ്ട്. നീ വിചാരിച്ചതുപോലെ അവരുടെ മനസ്സൊന്നും മാറിയിട്ടില്ല. പക്ഷെ നീ ഒരു കാര്യം ഓർത്തോ? ദേ ആ ആഭരണം എടുത്ത് നിനക്ക് കളയാൻ പറ്റുമോ? ഇല്ലല്ലോ. അവര് അതെടുത്ത് പണയം വെക്കാനോ വിൽക്കാനോ പോയാല് നീ കൊടുത്തത് മുക്കുവട്ടാണെന്ന് തിരിച്ചറിയത്തില്ലേ? അത് വലിയ പ്രശ്നമാവത്തില്ലേ? അതാ ഞാൻ പറഞ്ഞു വന്നത്. അത് പിന്നെ എനിക്കിപ്പോ കഷ്ടകാലം, എന്റെ പൊന്നു മീരെ, തൊട്ടതെല്ലാം പിഴച്ചു പോവുക, മനസ്സിലാവുന്നില്ല ഒന്നും. അത് പിന്നെ ഭാമയാൻറ്റിയോട് പറ, അത് ആരും കാണുന്ന എടുത്തോണ്ട് തരാനായിട്ട്. നീ അവരുടെ വീട്ടിൽ ആത്മഹത്യ ചെയ്യൂന്ന് പറഞ്ഞിട്ടുണ്ട്, അവരെന്തും ചെയ്യും, എന്തും നീ പറയുന്നത് കേൾക്കും. ഭാമയാൻറ്റിയോട് പറയാ അല്ലേ? എന്തേലും പെട്ടെന്ന് അതെടുത്ത് പണയം വെക്കാനോ വിൽക്കാനോ ഒന്നും പോകത്തില്ല, അത് ഉറപ്പാ. പ്രധാനപ്പെട്ട വേറൊരു കാര്യം പറയാനുണ്ട് ശ്രുതി. ഇന്ന് ഞാൻ നിനക്ക് വേണ്ടി ഓടി അലയായിരുന്നു. നീ എന്നെ ഏൽപ്പിച്ച 2 കാര്യങ്ങളും ഞാൻ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ ചെന്ന് സംസാരിച്ചു, എപ്പോ വേണമെങ്കിലും ആദ്യം അവിടെ ചേർക്കാനായിട്ട് പറ്റും. പിന്നെ വാടക വീട് അത് റെഡി ആയിട്ടുണ്ട്, അതിന്റെ അഡ്വാൻസും കൊടുത്തിട്ടുണ്ട്. നല്ല വീടാ അത്യാവശ്യം കിട്ടിയിരിക്കുന്നത്, കൂടെ ഒരു വാടകയും ഇല്ല. വീട് ഒറ്റപ്പെട്ട സ്ഥലത്താണ് ഒടിമീരെ, അല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാകും. ആളുകള് കൂടുതൽ ശ്രദ്ധിക്കാത്ത സ്ഥലമായിരിക്കണം. എടി അങ്ങനെയുള്ള സ്ഥലത്ത് തന്നെയാണ് ഞാൻ വീടെടുത്തിരിക്കുന്നത്. ഞാൻ പിന്നെ അങ്ങനെയല്ലേ ചെയ്യത്തുള്ളൂ. നീ പേടിക്കാതിരിക്കിപ്പം. സച്ചിയും രേവതിയും ഒന്നും ആ ഭാഗത്തേക്കേ വരത്തില്ല. അവർക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ. വേണമെങ്കിൽ നമുക്ക് നാളെ ഒന്ന് പോയി നോക്കാം. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒഴിവാക്കാം. അത് മതി. നിനക്ക് ഇഷ്ടമായാല് അതെനിക്ക് ഇഷ്ടമാകും, അത് ഉറപ്പാ. എന്നാ പിന്നെ നീ ആദ്യയുടെ ടി.സി മേടിച്ച് പെട്ടെന്ന് അമ്മേനെയും ആദ്യനെയും കൂട്ടിക്കൊണ്ട് വരാൻ നോക്ക്. ഇനിയിപ്പം നീ വെച്ച് താമസിപ്പിക്കണ്ട ഒന്നും എന്ന് പറഞ്ഞിട്ട് മീര അങ്ങ് പോയി കേട്ടോ. ശ്രുതി ആകെപ്പാടെ തൊടുന്നതെല്ലാം പഴയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് ഇനിയിപ്പം അറിയില്ല ആദ്യയുടെ അമ്മയും കൂടെ, ആദ്യയുടെ മുത്തശ്ശിയും കൂടെ വന്നിട്ട് എന്താ നടക്കാൻ പോകുന്നതെന്ന്. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര പത്രം വായന. അപ്പോഴത്തേക്കും രേവതി അങ്ങോട്ടേക്ക് ചെന്നു. അടുത്ത് നമ്മുടെ സച്ചി ഇരിപ്പുണ്ട്. അങ്ങനെ രേവതി പറഞ്ഞു, സച്ചനും അച്ഛനും ഇങ്ങനെ ഇരിക്കാതെ നമുക്ക് ഭക്ഷണം കഴിക്കാന്ന്. അപ്പോഴത്തേക്കും ചന്ദ്രൻ വന്നിട്ട് രവിയേട്ടാന്ന് വിളിച്ചോണ്ട് വരികയാണ് കേട്ടോ. അത് പിന്നെ സുധി ഇത്രയും നേരമായിട്ട് ഷോറൂമിൽ നിന്ന് വന്നിട്ടില്ലല്ലോ, അവൻ വൈകാറും ഇല്ലല്ലോ, എന്ത് പറ്റിയെന്ന് അറിയത്തില്ലല്ലോ. ഞാൻ വിചാരിച്ച അവൻ ഇവിടെ ഉണ്ടെന്ന്, അവൻ വന്നില്ലെന്നോ? നീ ഒന്ന് വിളിച്ചു നോക്ക്. എത്ര വട്ടം ഞാൻ വിളിച്ചു നോക്കി, അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാ പറയുന്നത് രവിയേട്ടാ. എനിക്കൊരു എന്തും പിടിയും കിട്ടുന്നില്ല, ആകെപ്പാടെ പേടിയാവുക. എന്റെ കുഞ്ഞിന് എന്ത് പറ്റിയോ ആവോ? അത് പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് എവിടെയെങ്കിലും പോയതായിരിക്കും, അല്ലെങ്കിൽ പിന്നെ വല്ല ഡീലർമാരെ കാണാൻ വല്ലതും പോയതായിരിക്കും. ഇല്ലില്ല. എവിടെയെങ്കിലും പോയാൽ എന്നെ വിളിച്ച് പറയുന്നതാ. ഇതവൻ എന്നെ വിളിച്ചിട്ടേ ഇല്ല, ഒന്നും പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ സച്ചി പറഞ്ഞു, ഇനിയിപ്പം പാറലേട്ടത്തിനെ കാണാൻ പോയതായിരിക്കുമോ? ഇല്ല, അവളെ കാണാൻ പോകത്തില്ല, ഞാൻ പറയാതെ ഒരിക്കലും. നിന്നെ പോലെ ഒന്നും അല്ലാട്ടോ അവന് സച്ചി. ഞാൻ പറയുന്നതിനപ്പുറം എന്റെ മോൻ കടക്കത്തില്ല, അതെനിക്കറിയാം. അവൻ പോകത്തില്ല. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അല്ല ഇനിയിപ്പം പിന്നെ അവൻ എവിടെ പോയതായിരിക്കും? അത് പിന്നെ അറിയില്ലല്ലോ രവിയേട്ട, എനിക്ക് പേടിയാവുക. അല്ല നീ ഷോറൂമിൽ ഏതെങ്കിലും സ്റ്റാഫിനെ വിളിച്ച് ചോദിക്ക്, അവരുടെ ആരുടെ നമ്പർ എന്റെ കയ്യിലില്ല. അല്ല നിങ്ങളുടെ ആരുടെയും കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ ശ്രീകാന്ത് വന്നു കേട്ടോ. ശ്രീകാന്ത് പറഞ്ഞു, എന്റെ കയ്യിലൊന്നുമില്ല. അപ്പോഴത്തേക്കും
രവീന്ദ്രൻ പറഞ്ഞു, അല്ല ഇനിയിപ്പോ വല്ല ലോഡും വന്ന് കാണും, അതിറക്കാൻ നിൽക്കുന്നതാണോ? ഏയ് അതൊന്നും അല്ല, അതൊക്കെ ആണെങ്കിൽ അവൻ എന്നെ വിളിച്ചു പറയണതാ. രവീന്ദ്രൻ പറഞ്ഞു, അല്ല ഒരു കാര്യം ചെയ്യ്, നീ പോയി ഒന്ന് നോക്കണ സച്ചി എന്ന് പറഞ്ഞപ്പം മിക്കവാറും അവനെ കുടിക്കാൻ പോയതായിരിക്കും. അവന് സങ്കടം മൂത്തിട്ട് പാർവതീനെ കാണാതെ കുടിക്കാൻ വേണ്ടി തന്നെ പോയത്, അത് ഉറപ്പാ. അല്ലെങ്കിൽ പിന്നെ കൂട്ടത്തിൽ ആനന്ദം കാണും, അവൻ ഒറ്റയ്ക്ക് പോകത്തില്ല, ബാറിൽ പോയത് തന്നെയാന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, ഹേയ് ബാറിലൊന്നും പോയതല്ലായിരിക്കുന്നു. അപ്പൊ നമ്മുടെ സച്ചു പറഞ്ഞു, ഞാൻ വിളിച്ചു നോക്കട്ടെ ആനന്ദിനെ എന്ന് പറഞ്ഞ് ആനന്ദിനെ വിളിച്ചു. അന്ന് ആനന്ദിനെ വിളിച്ച് ചോദിക്കുകയാണ് കേട്ടോ, അതെ നിന്റെ കൂടെ സുധി ഉണ്ടോ? ഏയ് എന്റെ കൂടെ സുധിയോ? ഏയ് ഇല്ല. അല്ല അപ്പം നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവനെ ഇറക്കിയില്ലേ? പോലീസ് സ്റ്റേഷനിൽ നിന്നോ? എന്തൊക്കെയാ നീ പറയുന്ന ആനന്ദേ? പോലീസ് സ്റ്റേഷനോ? പോലീസ് സ്റ്റേഷൻ. അവനിപ്പം പോലീസ് സ്റ്റേഷനിലാ ഉള്ളത്. നിങ്ങളൊന്നും അറിഞ്ഞില്ലല്ലേ? ഓ, ബാങ്കിൽ സ്വർണ്ണമാണെന്നും പറഞ്ഞ് അവൻ മുക്കുപണ്ടം പണയം വെക്കാൻ നോക്കിയതിന് അവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഇത് കേട്ടത് നമ്മുടെ ചന്ദ്രയൊക്കെ അങ്ങ് ഞെട്ട് കേട്ടോ. ലൗഡ് സ്പീക്കർ ആയിരുന്നു ഇട്ടിരിക്കുന്നത്. പെട്ടെന്ന് രവീന്ദ്രൻ എണീറ്റ് വന്നിട്ടാ, എന്താ ആനന്ദ് നീ പറയുന്നത്? സത്യം അങ്കിളെ, ബാക്കിയുള്ള എല്ലാവരും അറിഞ്ഞല്ലോ, നിങ്ങൾ മാത്രമേ ഇപ്പൊ അറിയത്തില്ലാത്തതായിട്ടുള്ളൂ. അവനിപ്പോ പോലീസ് സ്റ്റേഷനിലാ ഉള്ളത്. ഒരു കാര്യം ചെയ്യ, പെട്ടെന്ന് നിങ്ങൾ ചെന്നിട്ട് പെട്ടെന്ന് അവനെ ഇറക്കാൻ നോക്ക്. ഞാനോർത്ത് നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കുന്നു. അത് പിന്നെ ഞങ്ങളോട് ആരും പറഞ്ഞില്ല. ആര് പറഞ്ഞിട്ട് ഞങ്ങൾ അറിയാനാ? ഫോണാണെങ്കിൽ ഓഫുവാ. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര അവിടെ ഒന്ന് കരയാൻ തുടങ്ങി. ഇല്ല, അവനങ്ങനെ ചെയ്യില്ല. അവന് മുക്കുവണ്ടം പണയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പോലീസ് എന്റെ മോനെ കള്ളക്കേസ് കുടിക്കുക. ഒരിക്കലും അവൻ അങ്ങനെ ചെയ്യില്ല. അപ്പോഴത്തേക്കും ആനന്ദ് പറഞ്ഞു, സത്യം തന്നെയാ. പിന്നെ അവൻ മനഃപൂർവ്വം ചെയ്തതല്ല. അമ്മയുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായി വൈഫ് കൊടുത്ത ഒരു ചെയിനാണ്. അത് സ്വർണ്ണമാണെന്ന് കരുതി പണയം വെക്കാൻ നോക്കിയെന്നാ പറഞ്ഞിരിക്കുന്നതെന്ന്. അയ്യോ, ഇതൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രയും രവീന്ദ്രനും സച്ചിയും രേവതിയും എല്ലാവരും ഞെട്ടി കേട്ടോ. അപ്പൊ ആനന്ദ് പറഞ്ഞു, അതെ ഇതൊക്കെ പോലീസുകാർ വിശ്വസിക്കുവോ? അതൊന്നും വിശ്വസിച്ചിട്ടില്ല പോലീസുകാര് അവനെ അറസ്റ്റ് ചെയ്തു. ഞാനോർത്ത് നിങ്ങൾ അവനെ ജാമ്യത്തിൽ ഇറക്കി കാണുമെന്ന്. ഞാനിത് അറിഞ്ഞ ഉടനെ തന്നെ വിളിച്ചായിരുന്നു, പക്ഷെ അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പം സച്ചി പറഞ്ഞു, അത് പിന്നെ അവൻ വരാത്ത ടെൻഷനിൽ ഞങ്ങൾ ഓർത്തു ഇനിയിപ്പോ ബാറിൽ വല്ലതും പോയതായിരിക്കുന്നു. എന്നാ പിന്നെ ശരി, നിന്നെ വിളിക്കാൻ തോന്നി, നന്നായി ആരതേന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി, അയ്യോ അപ്പം ശ്രുതി അമ്മയ്ക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത് മുക്കുകൊണ്ടായിരുന്നോ? അവള് വീണ്ടും വീണ്ടും കള്ളത്തരം കാണിക്കുവാണല്ലോ. അവൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് എന്റെ ഈശ്വര? അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത്, സുധിയേട്ടൻ എന്തിനാ അത് പണയം വെക്കാൻ നോക്കിയത്? അത് മീരയുടെ കൈ കൊടുക്കാനല്ലേ അമ്മ കൊടുത്തു വിട്ടത്? ശ്രുതി മാത്രമല്ല, ശ്രുതി എന്നെ പറ്റിച്ചു. മീരയുടെ കയ്യില് ശ്രുതിക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ആ മാല ഏൽപ്പിച്ചത്. എന്നിട്ട് ശ്രുതി എന്നെ പറ്റിച്ചു. അവൻ കൊടുത്തു എന്ന് എന്നോട് പറഞ്ഞു. അവൻ കള്ളം പറഞ്ഞതല്ലേ അപ്പൊ എന്നോട്? ദുഷ്ടൻ. അവനിപ്പോ എന്നോട് കള്ളം പറയാൻ തുടങ്ങി. എല്ലാരും എന്നോട് കള്ളം പറയാൻ തുടങ്ങി. അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, ഇതിൽ അതിശയിക്കാനൊന്നുമില്ല. അവന്റെ തനി സ്വഭാവം കാണിച്ചു. മീരയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു? അത് പണയം വെക്കാൻ വേണ്ടി നോക്കി. എന്ത് ചെയ്യാനായത്? ഇനിയിപ്പൊ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എങ്ങനെയെങ്കിലും പോലീസ് സ്റ്റേഷനിൽ നടക്കാൻ നോക്കാം, അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, അവൻ എന്താ ഇങ്ങനെയായി പോകുന്നത്? അവൻ ഇങ്ങനെ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുവാണല്ലോ. അവനോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ കള്ളത്തരം കാണിക്കരുത്, ചെയ്യരുതെന്നൊക്കെ. ഇപ്പൊ നമ്മുടെ ചന്ദ്ര, ഓ എന്റെ മോന് എന്നോട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്റെ ഈശ്വര. അപ്പം ശ്രീകാന്ത് പറഞ്ഞു, കുഴപ്പങ്ങളിൽ ചെന്ന് ചാടുന്നത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. സുധിയേട്ടൻ മിക്കപ്പോഴും ഇങ്ങനെ ചെയ്യുന്നതല്ലേ. ഒരിക്കലും സുധിയേട്ടൻ പഠിക്കത്തേയില്ല. സച്ചു പറഞ്ഞു, ഇനിയിപ്പോ സംസാരിച്ചിട്ട് സമയം കളഞ്ഞിട്ട് എന്താ കാര്യം? ഞാനേ ആദ്യം സ്റ്റേഷനിലേക്ക് പോട്ടെ, അവനൊന്ന് കണ്ടിട്ട് വരാം. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ഞാനും വരാന്ന്. അപ്പോഴത്തേക്കുമാണ് ശ്രുതി പറഞ്ഞത്, വേണ്ട. അല്ല, ശ്രുതിയല്ല, ചന്ദ്ര പറഞ്ഞത്, വേണ്ട, ആരും പോവണ്ട. എന്നോട് അവൻ കള്ളം പറഞ്ഞു, പറ്റിച്ചു. അവനെ എന്തിനാ പുറത്തിറക്കുന്നത്? ക്യാഷിന് ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ അവൻ എന്നോട് ചോദിക്കായിരുന്നില്ലേ? എന്നോട് പറയായിരുന്നില്ലേ? എന്നോടും ചോദിച്ചില്ല, പറഞ്ഞില്ല. എന്നിട്ട് നുണ പറഞ്ഞിട്ട് അവൻ പോയില്ലേ? ഭാര്യനെ തിരിച്ചേൽപ്പിച്ചെന്ന് അവൻ അത് കള്ളം പറഞ്ഞില്ലേ? നാട്ടുകാർ മുഴുവൻ അറിഞ്ഞില്ലേ? ഇനി നാട്ടുകാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ആനന്ദ് നാട്ടുകാർ ഫുൾ അറിഞ്ഞെന്നല്ലേ പറഞ്ഞത്? വേണ്ട, അവൻ അവിടെ കിടക്കട്ടെ പോലീസ് സ്റ്റേഷനിൽ. എന്നോട് കള്ളം പറഞ്ഞതിന് അവനെ അനുഭവിക്കട്ടെ, അവനെ പുറത്തിറക്കണ്ട. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, എന്താ ചന്ദ്ര ഇത്? അവന്റെ അമ്മ തന്നെയാണോ നീയാണോ ഈ പറയുന്നത്? ശ്രീകാന്ത് പറഞ്ഞു, നാളെ സുധിയേട്ടനെ കോടതിയിൽ ഹാജരാക്കിയാല് ജയിലിൽ പോകേണ്ടി വരും. പോട്ടെ, അവൻ ജയിലിൽ പോട്ടെ. തെറ്റ് ചെയ്തതിനുള്ള ശിക്ഷ അവന് കിട്ടിയിരിക്കണം. അവന് കിട്ടണം, അവന് കിട്ടുക തന്നെ വേണം. അതാ പറഞ്ഞത്. അവനെ ഇറക്കണ്ട. അവനെ പോലീസ് പിടിച്ചു എന്ന് അറിഞ്ഞപ്പോ കള്ളക്കേസാണ് ഞാൻ ഓർത്തത്. ഇപ്പോഴെനിക്ക് മനസ്സിലായത്, ശരിക്കും അവൻ എന്നോടാ തെറ്റ് ചെയ്തത്. അവൻ പറഞ്ഞത് വിശ്വസിച്ച് അതെല്ലാം സത്യമാണെന്ന് ഓർത്തിരുന്ന് ഞാൻ മണ്ടിയായില്ലേ?
അവനെ കാണാനും ഇറക്കാനും ഇവിടെ നിന്ന് ആരും പോകണ്ട. എന്റെ വാക്കിന് വില തരുന്നുണ്ടെങ്കിൽ, എന്നോട് ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ ആരും പോകരുത്. കാല് പിടിച്ച് ഞാൻ പറയാ, എനിക്കിനി ഒന്നും കേൾക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. ഇപ്പൊ രവീന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ പറയുന്ന ഒന്ന് കേക്കടി എവിടെന്ന്. ചന്ദ്രയ്ക്ക് ദേഷ്യം വന്ന് അകത്ത് കയറിപ്പോയി കേട്ടോ. ആകപ്പാടെ സീൻ വഷളായി. അങ്ങനെ ശ്രീകാന്ത് പറഞ്ഞു, സച്ചേട്ട അമ്മയ്ക്ക് നല്ലോണം വിഷമമായിട്ടുണ്ട്. ഇതെന്ത് പറ്റി സുധിയേട്ടൻ ഇങ്ങനെയായി പോയത്? മറ്റുള്ളവരുടെ വിഷമോ സങ്കടമോ ഒന്നും അറിയണ്ട ഒരു കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും അവൻ അങ്ങനെയാണല്ലോ. അവനെ ഓർത്ത് സങ്കടപ്പെടുന്നവർ വീട്ടിലുണ്ടെന്ന് ഒരു തോന്നലുണ്ടെങ്കിൽ അവൻ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നല്ലോ ശ്രീകാന്ത്. അവന് അങ്ങനെ ഒരു ചിന്തയൊന്നും ഇല്ല. അതുകൊണ്ട് അവൻ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പൊ എന്താ ചെയ്യുക എന്നൊക്കെ ഓർത്ത് നമ്മുടെ സച്ചി ഇങ്ങനെ ഇരിക്കുകയാണ്. ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ സച്ചിക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല കേട്ടോ. സച്ചിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. നമ്മുടെ സുധീരെ അനിയനാണല്ലോ, സച്ചിക്കല്ലേ ഇച്ചിരി മനസാക്ഷി കൂടുതലുള്ളത്. അങ്ങനെ നമ്മുടെ സുധി പോലീസ് സ്റ്റേഷനിലാണല്ലോ എന്ന് ഓർത്തിട്ട് ഭയങ്കര സങ്കടം. ഈ സമയത്ത് നമ്മുടെ രേവതി വന്നു കേട്ടോ. സച്ചിക്കാനെ ഒരു മനസ്സമാധാനം ഇല്ല. രേവതി വന്നിട്ട്, എന്താ സച്ചേട്ടന് സുധീനെ കുറിച്ച്, അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുകയാണല്ലേ? അല്ല, ഇനിയിപ്പം അദ്ദേഹത്തെ എന്തെങ്കിലും ചെയ്യുമായിരിക്കുമോ പോലീസുകാർ കൂടി ചേർന്നിട്ട്? അദ്ദേഹം കള്ളത്തരമല്ല പറഞ്ഞിരിക്കുന്നത്. ഏയ്, അങ്ങനെ ഇടിക്കാനും ഉപദ്രവിക്കാനും മാത്രമൊന്നും കുറ്റം ചെയ്തിട്ടില്ലല്ലോ, അറിയാതെ പറ്റിപ്പോയതല്ലേ? അല്ല, ഇല്ലെങ്കിൽ ആ SI സാറിനെ വിളിച്ച് നമുക്ക് രണ്ടെണ്ണം പൊട്ടിക്കാൻ പറഞ്ഞാലോ? അടി കിട്ടാത്തതിന്റെ കുറവാ നിങ്ങളുടെ ഏട്ടന്. അല്ലാതെ പിന്നെ ഞാൻ എന്താ പറയുന്നത്? എന്താ നോക്കുന്നത്? ഞാൻ പറയുന്നത് ശരിയല്ലേ? അടിയുടെ കുറവില്ലേ നിങ്ങളുടെ ഏട്ടന് എത്ര കിട്ടിയാലും പഠിക്കുന്നില്ലല്ലോ സച്ചേട്ടാ. ഇത് വല്ലാത്ത അതിശയം തന്നെ. ഇതിപ്പോ നാട്ടിൽ പാട്ടായില്ലേ? അദ്ദേഹത്തിന് മാത്രമല്ല, കുടുംബത്തിന് മുഴുവൻ നാണക്കേടായില്ലേ? വെറും നാണക്കേട്. നോക്കിക്കോ, അദ്ദേഹത്തിന്റെ സ്ഥാപനത്തെ ഇത് ബാധിക്കും. നീ പറയുന്നത് ശരിയാ, അവൻ അമ്മേനെ പറ്റിച്ചു, അതിനുള്ള ശിക്ഷ തന്നെയാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. കിടക്കട്ടെ സച്ചേട്ട അവിടെ 2-3 ദിവസം കിടക്കട്ടെ. ആരും അദ്ദേഹത്തെ ഇറക്കിക്കൊണ്ട് വരാൻ പോകണ്ട. അല്ല, അവൻ അവിടെ കിടക്കുമ്പോ എനിക്കിവിടെ സമാധാനത്തോടു കൂടി ഉറങ്ങാൻ പറ്റുമോ രേവതി? ഞാൻ അവനെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. സച്ചേട്ട, ആരും പോകരുതെന്നല്ലേ അമ്മ പറഞ്ഞിരിക്കുന്നത്? ആര് പറഞ്ഞാലും ഞാൻ പോകും. എനിക്ക് അവനെ പോയി കണ്ടേ പറ്റൂ. അവൻ എന്റെ ചോരയല്ലേ രേവതി? അവന്റെ സ്ഥാനത്ത് നിന്റെ അനിയനാണെങ്കിൽ നീ പോവില്ലായിരുന്നോ? നീ രക്ഷിക്കത്തില്ലായിരുന്നോ? ചെറുപ്പത്തിലെ അവൻ ഇങ്ങനെയായിരുന്നു, കള്ളത്തരം കാണിക്കും. ക്യാഷിന് വേണ്ടി അവൻ എന്ത് ചെയ്യും. അവന്റെ സന്തോഷം തന്നെയാ അവന്റെ പ്രധാനം എന്ന് പറയുന്നത്. അവൻ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാറൊന്നുമില്ല. മറ്റുള്ളവര് സുഖമാണോ, മറ്റുള്ളവര് സന്തോഷമാണോ, മറ്റുള്ളവർ സന്തോഷിച്ചിരിക്കുവാണോ, മറ്റുള്ളവർക്ക് സമാധാനക്കേടുണ്ടോ എന്നൊന്നും എനിക്കിതുവരെ അവനെ കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടായിട്ടില്ല. ഉപദ്രവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ എനിക്ക് അവനെ ഇഷ്ടം, അവനെ ഒരുപാട് ഇഷ്ടം, അവന്റെ ഏട്ടനല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചിക്ക് അങ്ങ് കരച്ചിലും വന്നു കേട്ടോ. ഇത്രയും കേട്ടപ്പോ തന്നെ രേവതിക്കും അങ്ങ് എന്തോ പോലെ ആയിപ്പോയിട്ട്. ഇപ്പൊ രേവതിയും ഓർത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിയാ, സച്ചേട്ടന്റെ ഏട്ടൻ ഇങ്ങനെ ആ കാര്യം മറന്നുപോയി. സച്ചേട്ട ഒരു കാര്യം ചെയ്യുക, സച്ചേട്ടൻ ഇഷ്ടമുള്ളതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് സച്ചിനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ സച്ചി പറയുന്നുണ്ട് രേവതിയോട്, നീ ഇതാരോടും പറയുമൊന്നും വേണ്ട കേട്ടോ എന്ന്. അങ്ങനെ ഏതായാലും നമ്മുടെ സുധീനെ കാണാനായിട്ട് സച്ചി പോവുകയാണ്. അപ്പം ബാക്കി കഥയുമായിട്ട് നമുക്ക് ഇന്ന് വൈകിട്ട് കാണാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.